നമ്മൾ ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ തോന്നുന്ന ഒരു സാധനമാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും കുഴപ്പിക്കുന്ന ആളുകളാണ് ഇവര്. ഹും, ഹോ, ഹേ. ആദ്യം നമ്മൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഇതിന്റെ അർത്ഥം ആകുന്നു. പിന്നെ അതുകൂടാതെ നമ്മളൊരു സെന്റൻസ് വരികയാണ്, പോകുകയാണ്, ഇങ്ങനെയുള്ളിടത്തും നമ്മൾ ഉപയോഗിക്കും. പിന്നെ നമ്മൾ ഒരു ആൻസർ ആയിട്ട് കൊടുക്കുന്ന പോലെ നമ്മൾ ഹേ ഉപയോഗിക്കും. അതേ എന്ന അർത്ഥത്തിൽ, അല്ലെ? ഇപ്പൊ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ വഹാ ഹേ, ഹാ ഹേ, ഹേ എന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആൻസർ ആയിട്ട് ഹേ എന്ന് പറയാം. എന്ന് വെച്ചാൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ അതെ എന്നൊക്കെ രീതിയിലാണ് നമ്മൾ പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതാ. അപ്പൊ ഇതിനൊക്കെ ഏകദേശം ഒരേ അർത്ഥമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി, അല്ലെ? എന്നിട്ടും പിന്നെ എന്താണ് നമ്മളൊരു സെന്റൻസ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചെക്ക് ആവുന്നത് എന്താ? അതിന്റെ ഒരു പ്രധാന കാരണം ഹിന്ദിയുടെ സെന്റൻസിന്റെ അവസാനമാണ് നോക്കേണ്ടത് എന്ന് പറയും. ഹിന്ദി നമ്മളൊരു സെന്റൻസ് പറയുമ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് വളരെ ഈസിയാണ്. പക്ഷെ അത് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത്? സെന്റൻസിന്റെ അവസാനമാണ് ആ ഒരു സെന്റൻസ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ എന്നൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണോ ഇംഗ്ലീഷിൽ ആം യൂസ് ചെയ്യുന്നത് അവിടെയാണ് ഹും എന്ന് നമ്മൾ യൂസ് ചെയ്യുക. ഇപ്പോൾ ഐ വരുമ്പോഴാണല്ലോ നമ്മൾ ആം വെക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഹിന്ദിയിൽ മേ വെക്കുമ്പോഴാണ് നമുക്ക് ആര് വരുന്നത്? ഹും. അതുപോലെയാണ് ഹോ. ഹോ ഹോ എന്ന് പറഞ്ഞാൽ ആറാണ്. ആർ. അപ്പൊ നമ്മൾ എവിടെയാണ്? യു, അല്ലെ? ഇപ്പൊ ഹിന്ദിയിൽ നമുക്ക് തും വെക്കുന്നിടത്ത് നമ്മൾ എന്ത് വെക്കുന്നു? ഹോ എന്നായിരിക്കും ഉപയോഗിക്കുന്നത്. ആർ യൂസ് ചെയ്യേണ്ട അടുത്താണ് നമ്മൾ ഹോ വെക്കുന്നത്. അതുപോലെ ഹേ ആണെങ്കിലോ ഈസ്. ഈസ് നമ്മൾ എവിടെ വെക്കുന്നോ അവിടെ നമുക്ക് എന്ത് വേണ്ടി വരും? ഹേ ആയിരിക്കും വേണ്ടി വരാം. ഇപ്പൊ ഉദാഹരണത്തിന് വഹ്, യഹ്, അവൻ, അവൾ എന്നൊക്കെ പറയുന്നത് പോലെ ഹി, ഷീ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ ഈസ് വെക്കാറില്ലേ? അപ്പൊ അങ്ങനെ ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കുക. ഹിന്ദി സെന്റൻസിനെ മാത്രം നോക്കാതെ എന്താണ് ഇതിന്റെ മീനിങ്, എവിടെയാണ് നമ്മൾ ഇത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് രണ്ട് സെന്റൻസുകളൊക്കെ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും.